ജനിച്ച വീടും നാടും സ്വത്തുക്കളും ഭൗതികപരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ച് തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അവര് മദീനയിലേക്ക് വന്നു എന്നാണ് ശരി. വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചു എന്ന് തന്നെ കരുതുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ത്യജിച്ചു, നമുക്കുള്ളതെല്ലാം ത്യജിച്ചു. എന്നിട്ട് ആ സേഫ് സോണിൽ എത്തിയപ്പോൾ, മദീനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ച സാധനങ്ങൾ വീണ്ടും അത് തട്ടിയെടുക്കാൻ നോക്കുമ്പോൾ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഈ കൊടുത്ത സാധനം നമ്മൾ തിരിച്ചു വാങ്ങിക്കുക, ചോദിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒമിറ്റ് ചെയ്ത് ഛർദിച്ച ആ ഒരു എച്ചില് നമ്മൾ വീണ്ടും വാരി ഭക്ഷിക്കുന്നത് പോലെയാണ് എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിപൂർണ തൃപ്തിയോടുകൂടെ ഒരു കാര്യം നമ്മൾ വിട്ടേച്ച് ഉപേക്ഷിച്ച് പോയിട്ട് വീണ്ടും അത് തേടി പിടിക്കണം, അത് പിടിച്ചടക്കണം എന്ന് കരുതുന്നത് തന്നെ ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് എതിരാണ്. യഥാർത്ഥത്തിൽ മക്കയിൽ പ്രവാചകനും സ്വഹാബത്തും ജീവിച്ചത് 13 വർഷമാണെന്നാണ് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. മദീനയിൽ 10 വർഷം. മക്കയിൽ റസൂലുള്ളാഹിയും സ്വഹാബത്തും ഒക്കെ അവരുടെ എല്ലാം സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ്. യഥാർത്ഥത്തിൽ മക്കയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളിൽ പ്രമുഖരായിട്ടുള്ളത് ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി ഇബ്നു അബി ത്വാലിബ്, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളാണ്. ഇതില് വിശ്വാസികളായിട്ടുള്ള കൂടുതൽ ആളുകളും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക അടിമകളും ദരിദ്രരും 3 നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത തരത്തില് ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തെ ഒരു അവസ്ഥയിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് ഈ പറയുന്ന മക്കയിൽ ഉണ്ടായിരുന്ന അധിക വിശ്വാസികളും. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രം നമുക്കറിയാലോ, അടിമയായിരുന്നു. ഇങ്ങനെ ജീവിച്ച നിരാലംബരായ, ദുർബലരായ, പട്ടിണി പാവങ്ങളായ ആളുകളാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളാണ് മക്കയിൽ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകനും സഹാബത്തും ഒക്കെ വളരെയധികം സാമ്പത്തികമായ പ്രയാസങ്ങളിൽ ജീവിച്ച ഒരുപാട് സംഭവങ്ങൾ മക്ക കാലഘട്ടത്തിലുണ്ട്. ഷിയാബു അബി മലഞ്ചെരിവ് എന്ന് പറഞ്ഞിട്ട് ഒരു മലഞ്ചെരിവ്, ഒരു മലയുടെ ചെരിവാണ്. അവിടെ 3 വർഷക്കാലം പ്രവാചകനും സ്വഹാബത്തും പട്ടിണി കൊണ്ട് പച്ചില മാത്രം ഭക്ഷിച്ചിട്ട്, അഥവാ പച്ച ഇലകൾ ഉണ്ടല്ലോ, കാട്ടിലുള്ള ഇലകനികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഭക്ഷിച്ചിട്ട് ഈ ആട് കാഷ്ടിക്കുന്ന പോലെ, ആടുകൾ മൃഗങ്ങളൊക്കെ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കുന്ന ഒരവസ്ഥ, അത്രയും ഭീകരമായ ദാരിദ്ര്യം പ്രവാചകനും സഹാബത്തും അനുഭവിച്ചു എന്ന്. ഖുറൈശികളുടെ നിസ്സഹകരണം കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത് എന്നാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, പച്ചില ഭക്ഷിച്ചിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കുന്ന ഒരവസ്ഥ സമ്പത്ത് കയ്യിലുള്ള ഒരു സഹാബത്തിനും പ്രവാചകനും ഉണ്ടാകുമോ? ചിന്തിച്ചു നോക്ക്. സമ്പത്ത് കയ്യിലുണ്ടായിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ അത്. അപ്പൊ സമ്പത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിക്കാം.